എന്താണ് ഗുരുത്വം എന്ന് ചോദിച്ചാൽ, ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നൊരു ഗുരുത്വം മനുഷ്യൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അതുകൊണ്ടാണ് അതിന് ഗുരുത്വം എന്ന് പറയുന്നത്. നമ്മളെ ഒരിക്കലും തളർത്താനോ നമ്മളെ ഒരിക്കലും തകർക്കാനോ ഒരു തക്ഷകനും സാധിക്കാത്ത വിധത്തിൽ നമ്മളെ മാറ്റിമറിച്ചെടുക്കാനുള്ള ഒരു ഉൾക്കരുത്ത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുത്വം. നമ്മളെ മാറ്റിമറിക്കാനുള്ളൊരു കഴിവ് മുഴുവൻ, ശക്തി മുഴുവൻ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയൊരു ഗുരുത്വം. അത് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കിപ്പം ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദേതാത്മൈവാത്മനോ ബന്ധു, ഗീതയിലെ വാക്കുകളൊക്കെ എത്ര പറഞ്ഞാലും ശങ്കരൻ വീണ്ടും തിങ്ങ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന ഒരാളോട് ഉദ്ധരേതാത്മനാന്ന് പറഞ്ഞ ഒക്കെ സ്വാമിക്ക് പറ്റുന്നു. അത് തമാശയില്ല. ഈവൻ നമുക്ക് തന്നെ വല്ല അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുദ്ധരേതാത്മനാത്മാനം ഒക്കെ പറയാമെന്നല്ലാതെ അത്ര എളുപ്പത്തിലൊന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ? പറയൂ, സത്യം പറയുന്നതാണ്. പറ്റുമോ? അങ്ങനെ ബുദ്ധിമുട്ട്, ഇപ്പം മക്കൾ വല്ലാത്തൊരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സിവിയറായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, നിങ്ങൾ ഏതെങ്കിലും മക്കളോട്, ഗീത പഠിച്ചവർ കൈപോക്കൂ, നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും വിഷമത്തിലിരിക്കുമ്പോൾ അവരോട് ഉദ്ധരേതാത്മനാത്മാനം പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കുന്നു പറഞ്ഞു. ഗീതയും പറയാൻ വന്നിരിക്കണം, ആകെ വിഷമത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഇത് മനസ്സിലാക്കിയാൽ മാത്രം കാര്യമില്ല, അത് വേറെ കാര്യം, പറയട്ടെ, വിഷയത്തിലേക്ക് വരാം. അപ്പം ജീവിതത്തിൽ നമുക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടാവുക. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരണം. അതായത് നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈലുണ്ട് ഇഷ്ടം മാതിരി. ഇന്ന് കമ്പനികളുടെ മൊബൈൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും പുതിയ പുതിയ അപ്ഡേറ്റഡ് മൊബൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളതിൽ ഫോട്ടോ എടുക്കുന്നോ, വീഡിയോസ് എടുക്കുന്നോ, പലതും എടുക്കുന്നു, ഇല്ലേ? ഇഷ്ടം മാതിരി സാധനങ്ങൾ അതിലൊക്കെ പലരും സ്റ്റോർഡാണ്. ചിലരുടെ വാട്സാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് വാങ്ങിച്ചന്നു മുതലുള്ള വാട്സാപ്പ് മെസ്സേജ് ഉണ്ടാവും, ഉള്ള മെസ്സേജുകളും ഉള്ളതെല്ലാം അതിൻ്റെ അകത്ത് സ്റ്റഫ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിറഞ്ഞ് 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 നിൽക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് മെസ്സേജ് കിട്ടും, നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഞാൻ ഇന്നലെ ബോംബെയിൽ എനിക്കൊരു വീട്ടിൽ ഒരു ഫംഗ്ഷന് പോകേണ്ടി വന്നു. അപ്പം ഒരു മാമി പറഞ്ഞതിനോട്, സ്വാമിജി ഒരു ഫോട്ടോ വേണമെന്ന്. ഞാൻ പറഞ്ഞ, മാമി ഒരു ഫോട്ടോ, ക്യാമറ ഒരു സെൽഫി എടുക്കാമെന്ന്. സ്റ്റോറേജ് ഫുള്ളാ സ്വാമി. ഞാൻ പറഞ്ഞ, എൻ്റെ വയറ് കുഴപ്പമില്ല, ആ സ്റ്റോറേജ് അല്ല, മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ്. പിന്നെ നോക്കുമ്പോൾ മാമിയുടെ ആ സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞാൽ ഇനി അതിലൊരു ഫോട്ടോ കയറാൻ പറ്റാത്ത വിധത്തിൽ മൊബൈലേ സ്റ്റക്കാണ്. അപ്പോൾ ഒരു നിമിഷം ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ സ്പേസ് ഉണ്ടാക്കി നമുക്ക് ഫോട്ടോ എടുക്കാം, അല്ലേ? ആണോ അല്ലയോ? എന്നാൽ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. കുട്ടിക്കാലം മുതൽ എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും നമ്മുടെ മനസ്സ്, എത്ര വീഡിയോ ഫയൽസ് നമ്മുടെ ഉള്ളിൽ കിടക്കണ്ടാവും. അതല്ലേ സ്വപ്നങ്ങളായി കാണുന്നത്? നിങ്ങളാരും സ്വപ്നങ്ങൾ കാണാറില്ലേ? അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള വീഡിയോ ഫയൽസ് ആണെന്ന് വിചാരിക്കുക. പല ചിത്രങ്ങളും നിങ്ങളുടെ ഉള്ളിലില്ലേ? ഉണ്ടോ? എത്ര 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 ഫയൽസ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നെങ്കിലും സ്റ്റോറേജ് ഫുൾ എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ? ചിലർ പറയും ഭാഗവതം വായിക്കുമ്പം വരുന്നു ആ മെസ്സേജ് എന്ന്. അതാ ഒരു സംസ്കാരം വരാത്തോണ്ടുള്ളതാണ്. തുടക്കത്തിലൊക്കെ ഉള്ളവർക്കാണത്. ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരില്ല, ആണോ? ഒരു ടേസ്റ്റ് കിട്ടുന്നത് വരെ നിങ്ങൾ സച്ചിദാനന്ദ രൂപായ സംസ്കൃതം അങ്ങോട്ട് കയറണ്ടേ? അപ്പം സ്റ്റോറേജ് ഇങ്ങോട്ട് ഫുൾ വർക്ക് ചെയ്യില്ല. പക്ഷെ ഇതിൻ്റെ ഒരു രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കൊള്ളും, പിന്നെ പ്രശ്നമില്ല, ആണോ? ഒരു രുചി കിട്ടാനിത്തിരി പാടാണ്. ആ രുചി കിട്ടിക്കഴിഞ്ഞാൽ അന്യത്രസ്യാൽ രുചി കുചിന്നാണ്. വേറൊന്നിലേക്കും പിന്നെ മനസ്സിന് ഒരു രസം ഒരു രുചി പോവില്ല എന്നാണ്. അതാണ് ഈ ഭാഗവതത്തിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ, അല്ലേ? ശരിയല്ലേ? അത് ആണോ അല്ലയോ?
ഇനി നോക്കൂ നിങ്ങൾ, എത്ര 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 സാധനങ്ങൾ ഈ ബ്രെയിനകത്ത്, ഇന്നത്തെ ഒരു സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻ ദ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്ര നമ്മളെ ഡാറ്റകൾ സ്റ്റോർഡാണ്. പക്ഷെ ഇന്ന് വരെ സ്റ്റോറേജ് ഫുൾ എന്നുള്ളൊരു മെസ്സേജ് നമുക്കാർക്കും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇനിയും സ്റ്റോറേജ് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ബോധം അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്ന് ബ്രെയിൻ സിസ്റ്റം ഉണ്ടോ മനുഷ്യർക്ക്? ഉറക്കെ പറയൂ നിങ്ങൾ. ഒരിക്കലും സ്റ്റോറേജ് തീരാത്ത, ഒരിക്കലും പരിമിതികളില്ലാത്ത, ഒരിക്കലും പരിമിതപ്പെടുത്താൻ പറ്റാത്ത അനന്തമായൊരു സ്റ്റോറേജ് എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ ഇനി ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു വിഷമത്തിൻ്റെ, ദുഃഖത്തിൻ്റെ പരിമിതിയിൽ മനസ്സിനെ ബന്ധിപ്പിക്കാൻ വിഷമങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യൻ്റെ ജീവിതത്തെ ഏതെങ്കിലും ഒരു വിഷമത്തിൽ പരിമിതപ്പെടുത്താൻ ഏതെങ്കിലും ജീവിത പ്രതിസന്ധിക്ക് സാധിക്കുമോ? പറയൂ. അങ്ങനെ സാധിക്കുന്നു എന്ന് പലർക്കും തോന്നുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരവരുടെ സ്റ്റോറേജ് വേണ്ട വിധത്തിൽ അവർക്ക് പറയൂ ഉപയോഗിക്കുന്നില്ല. കാരണം നല്ലത് ഇനിയും സ്റ്റോർ ചെയ്യാൻ, നല്ലത് ഇനിയും കേൾക്കാൻ, നല്ലത് ഇനിയും മനസ്സിലാക്കാൻ, നല്ലത് ഇനിയും ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി നിങ്ങൾ പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് കടന്നു നോക്കൂ. 7-ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മൃത്യു സംഭവിക്കും. അത് തന്നെ ചിന്തിച്ച്, കൊട്ടാരത്തെ ചിന്തിച്ച്, കൊട്ടാരത്തിലെ കാര്യങ്ങളെ ചിന്തിച്ച്, ഒന്നുകിലൊരു ഗിൽറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങൾ, ഈ ചിന്തയിലൊക്കെ നിൽക്കുന്ന ആൾക്ക് 7 ദിവസം ഭാഗവതം കണ്ടിന്യൂസ്ലി ഇങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറേജിൽ കുറേ നല്ല ചിന്തകൾ വന്നു കൂടുമ്പോൾ അപ്പം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? താൻ ചെയ്തു പോയൊരു തെറ്റിനെ, തൻ്റെ കയ്യിൽ സംഭവിച്ചു പോയൊരു തെറ്റിനെ, അതിൽ തന്നെ കുരുങ്ങിക്കിടന്നൊരു മനസ്സ് ഭാഗവതത്തെ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറേജ് ആ ചെറിയ പരിമിതമായ ചിന്തകളിൽ നിന്നും നല്ലത് കുറേ കേട്ടപ്പോൾ ആ സ്റ്റോറേജ് ഒന്നുകൂടി നന്നായ സമയത്ത് അതിൻ്റെ ഒരു ആകർഷണം കൂടി. ഏതിൻ്റെ ആകർഷണം? ചെയ്തു പോയ തെറ്റിൻ്റെ ആ ഒരു തീവ്രത അദ്ദേഹത്തിനെ വളരെയധികം വേട്ടയാടിയത് കൊണ്ടാണല്ലോ പരീക്ഷിത്ത മഹാരാജാവ് കൊട്ടാരം വിട്ടു പോവേണ്ടി വന്നതും അദ്ദേഹം പ്രായോപവേശത്തിന് പോവേണ്ടി വന്നതും. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവദ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ശ്രീശുക ബ്രഹ്മർഷിയോട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു ദുരിതത്തിൽ പെട്ടുപോയി, കാരണം എനിക്ക് മരണം ഇതാ സംഭവിക്കാൻ പോകുന്നു, തക്ഷകൻ്റെ കടി എനിക്ക് സംഭവിക്കും എന്നൊക്കെ അദ്ദേഹം വേവലാതിപ്പെടുന്നു, ആവലാതിപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു. എങ്കിൽ ആ ചിന്തകളിൽ കുരുങ്ങിക്കിടന്ന പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം ഭാഗവതം കേട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ആ കുരുക്കിൽ നിന്നും മനസ്സ് ഈ കേട്ട ഭാഗവതത്തിൻ്റെ ആകർഷണത്തിലേക്ക് മാറിയപ്പോൾ അവിടെയാണ് ഗുരുത്വമുണ്ടായത്.